ഹലോ, അപ്പോൾ ഇന്നൊരു സ്നാക്സ് വീഡിയോ കേട്ടോ. സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ കുറേ ആയില്ലേ നമ്മുടെ റെസിപ്പി വീഡിയോസ് ഇട്ടിട്ട്. ഞാൻ ഓർത്തു ഇന്നൊരു ചെറിയ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ ആകാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നമ്മുടെ ഏത്തപ്പഴം വെച്ച് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി പഴുത്ത പഴം കിട്ടിയിട്ടുണ്ട്. രാവിലെ 2 ഞാനെടുത്ത് ബോയിൽ ചെയ്ത് കഴിച്ചായിരുന്നു. അപ്പോൾ വിസ്മയും വൈഷ്ണവ് കഴിച്ചില്ല, ജിജോ അവർക്കൊക്കെ ഇഷ്ടമായി, നല്ല ഓണം പഴുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വൈകുന്നേരം നമുക്ക് പഴംപൊരി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ആസ് യൂഷ്വൽ നമുക്കറിയാമല്ലോ. ഞാൻ അരിപ്പൊടിയാണ് എടുക്കാൻ പോകുന്നത്. അത് കുറച്ച് മൈദയും കൂടി ചേർക്കും, ഒത്തിരി കൂടി സോഫ്റ്റ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ പഴംപൊരി ഉണ്ടാക്കാം. നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടേ, പഴം തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കുക അല്ലേ. നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് നല്ല മധുരം ഉണ്ടാവും പഴത്തിന്. ഇത് നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പഴുത്തു പോകും. അപ്പോൾ ഇന്ന് തന്നെ ഇത് റെഡിയാക്കാം. പഴംപൊരി ആണെങ്കിൽ വൈഷ്ണവും ഈ ഏത്തപ്പഴം കഴിച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ വൈഷ്ണവിന് ചുമ്മാ ഏത്തപ്പഴം ഇഷ്ടമല്ല. പഴംപൊരി ആണെങ്കിൽ കുറച്ചൊക്കെ കഴിച്ചോളൂ. അത് ആ പഴം തൊലി പൊളിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ എൻ്റെ വായിലെങ്കിലും വികട സരസ്വതി പോലെ ടങ് ട്വിസ്റ്റർ എന്നൊക്കെ പറയില്ലേ, എന്ന പോലെയൊക്കെ വരും കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താ പഴം ഇങ്ങനെ പൊളിച്ച് തൊലിയൊക്കെ പൊളിച്ചെടുത്ത് ഇനി അത് സ്ലൈസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കുക. ഞാൻ ഒരെണ്ണം 3 പീസാക്കിയിട്ടുണ്ട് കേട്ടോ, അതുപോലെ 3 പീസാക്കിയിട്ടുണ്ട്. ചിലവരൊക്കെ ഭയങ്കര തിന്നായിട്ട്, അതുപോലെ കടകളിലൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഭയങ്കര തിന്നായിട്ട് ഒരു പഴം കാണില്ല, അങ്ങനെ ഇരിക്കും കേട്ടോ. പക്ഷേ അതും ടേസ്റ്റാണ്. ഇതൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടിയൊക്കെ സ്ലൈസ് ആക്കാം കേട്ടോ, ഞാൻ ആക്കണില്ല. ഒക്കെ ഭയങ്കര തിന്നായി പോകും. നല്ലോണം പഴുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ വേഗം ഇത് എണ്ണയിലിടുമ്പോൾ തന്നെ ആയിക്കോളും വേഗം. ഇതുപോലെ അരിഞ്ഞ് സ്ലൈസ് ആക്കി എടുക്കുക കേട്ടോ. എന്താ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പഴംപൊരിയുടെ അരിയുടെ സൈസ്. അത് വെച്ചാൽ അങ്ങനെ തന്നെയൊക്കെ ചിലർ ഇട്ടുണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി വലിയ പഴമാണ്, അത് അങ്ങനെ തന്നെ വേണ്ട, മുറിച്ചെടുത്താൽ കേട്ടോ. ഇനി നമുക്ക് അരിപ്പൊടിയൊക്കെ എടുക്കാം. ഞാൻ ഇതിനു മുമ്പ് പഴംപൊരിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഓരോന്ന് ഇതിനകത്തേക്ക് ഇങ്ങനെ പെറുക്കി ഇടണം കേട്ടോ. കുറച്ചും കൂടി തിക്കാക്കാമെന്ന് എനിക്ക് തോന്നുകയാണ്. ഇത്തിരി ഇങ്ങനെ വെള്ളം പോലെ കൊണ്ട്, അപ്പോൾ കുറച്ചും കൂടി തിക്കാക്കി എടുക്കാതെ എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കട്ടെ കേട്ടോ. ഒന്നുകൂടി കുറച്ച് പൊടി കൂടി ചേർക്കാം.
വീഡിയോ എടുക്കാൻ പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഉള്ളിലെ നല്ല സോഫ്റ്റാണ്, പുറമെ ചെറിയ ക്രിസ്മസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അടിപൊളിയായി. അതാണ് ഒരെണ്ണം ബാക്കിയുണ്ട്, ഇനിയുണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ട് പറയാം.